ഗൈസിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമുക്ക് എന്ത് കറങ്ങാൻ വല്ലതും പോകണോ? ഒരു മിനിറ്റ്, എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ തോന്നുന്നു. ഹലോടാ, എന്താ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, നീയേ ഞാനൊരു വോയിസ് കേൾപ്പിച്ചുതരാം, നീ അത് കേട്ട് നോക്ക്. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ വന്നേക്കാണ് പുതിയൊരു ലംബോർഗിനി ഉറൂസ്. ഇത് എയർപോർട്ടിലാണ് ഉള്ളത്. സെക്യൂരിറ്റീസ് കാണാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കഥ തീർന്നു. ഇത് ഒരു റാം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത ഇത് ഇന്ന് വൈകുന്നേരത്തുള്ള ഒരു ഓൾറെഡി എല്ലാവരും പേര് കൊടുത്ത് റാം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ വണ്ടി കിട്ടും. ഇനി ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോറി ഫോർ ദിസ് ഇൻഫർമേഷൻ, സാഡ് ഇൻഫർമേഷൻ. കാരണം എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഫുള്ളായി. ഇനി ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല, സോറി. എടാ ഇതെന്തുവാടാ ഇത്? നീ എടാ എന്തത് കുഴപ്പമൊന്നുമല്ല. ഇത് ന്യൂസിൽ ഇവന്മാർ രജിസ്റ്റർ ചെയ്തിട്ടാണ് കാണിച്ചത്. ഞാൻ ഇപ്പം എന്തുട്ട് ചെയ്യാൻ? അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? അടിച്ചു മാറ്റുക? എക്സ്കാരില്ലേ അടിച്ചു മാറ്റുക? പോലീസ് എന്തായാലും നിന്നെ തേടി വരും. ഭേദം ഞാൻ പറയുന്നത് നീ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഞാൻ പതുക്കെ ഇല്ലേ ഒരു കാര്യം ചെയ്യാം. ഇത് എൻ്റെ വേറൊരു സിറ്റി അവിടെ പതുക്കെ ഞാൻ പോലീസ് കാണാതെ കടത്താം. ഇതെല്ലാം നടക്കുമോ? നീ പോലീസ് വന്ന് നമ്മളെ പിടിച്ചാൽ ഞാൻ കൊല്ലും നിന്നെ ഇടിച്ച് പൂസാക്കും ഞാൻ. ഒന്നും സംഭവിക്കില്ലടാ, നീ പോയി അങ്ങ് അടിച്ച് മാറ്റ്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം നമ്മുടെ ഫ്രണ്ട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പുതിയ ഒരു വണ്ടി വന്നതാ, ലംബോർഗിനി ഉറൂസ്. നമുക്കപ്പോൾ പോലീസ് സ്റ്റേഷനിലോ എയർപോർട്ട് നമുക്കത് പോയി അടിച്ച് മാറ്റാമെന്നാ. അവൻ നേരെ അത് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. നേരെ എന്നുവെച്ചാൽ അത് അവൻ നേരെ സൂക്ഷിച്ചാരും കാണാതെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അത്രേ എനിക്കുള്ളൂ. നേരെ അടിച്ചു മാറ്റിയിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞത്, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ ഇവിടെ സൈഡിലൊരു വെയർ ഹൗസ് ഉണ്ട്, അതിനകത്തെല്ലാം ആണോ എന്തോ. താണ്ടെടുക്കണത് ഇതെന്ത് ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് പോയി അടിച്ച് മാറ്റാം. എന്തായാലും മാസ്ക് ഉണ്ട്, ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, അത് വലിയ കാര്യമാണ്. അത് കുഴപ്പമില്ല, ആരും കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, അയ്യോ പോകാം വിട്ടോ ഫ്രണ്ടിൻ്റെ മറ്റേ ഒരു ഗേറ്റുള്ള വീടാണ്. ഞാൻ നൈസായിട്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാൻ കഴിച്ച് എന്താണോ എന്തോ. അവൻ നേരെ കടത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവനെ സുട്ട് പൊസുക്കിടുവേ കഴിച്ചു. അവനെ ഞാൻ എന്തായാലും സുട്ട് പൊസുക്കിടുവേ അവൻ നേരെ ചെയ്തില്ലെങ്കിൽ. എന്നെങ്ങാനും അറസ്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ അവനെ വെറുതെ വിടില്ല ഗൈസ്. നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങോട്ട് കയറാം നമുക്ക്. ഇനി എന്തൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഫ്രാങ്കിൽ നീ എത്തിയാ? അവിടെ ഞാൻ എത്തി ഗൈസ്. അവിടെ നിൽപ്പുണ്ട് എൻ്റെ കൂട്ടുകാരൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റായിട്ട് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്താൽ മതിയാ? മതിയടാ. ഇത് ഗോൾഡൻ ആണല്ലേ? നിനക്ക് മനസ്സിലായില്ലല്ലേ? ഗോൾഡൻ ലംബോർഗിനി ഉറൂസ്. നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണേ. നേരെ ഇത് സൂക്ഷിച്ച് കടത്തണേ വണ്ടി, അല്ലെങ്കിൽ പണി പാളും. അത് ഞാൻ സെറ്റ് ചെയ്തോളാം, ഞാൻ സൂക്ഷിച്ചേ കടത്തുള്ളൂ. ഞാൻ പിന്നെ നിൻ്റെ ബൈക്ക് ബുള്ളറ്റ് എടുത്തോട്ടാ. എൻ്റെ വണ്ടി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. തിരിച്ചു പോകണമെങ്കിലേ
എനിക്ക് ഒരു വണ്ടിയില്ല. എൻ്റെ ആണെങ്കിൽ എയർപോർട്ടിൽ ഇരിക്കുക, അത് പോയി എടുക്കണം. നീ എന്താ പിന്നെ ഈ ബൈക്ക് ബുള്ളറ്റ് എടുത്തോ? ഓക്കേടാ ഫ്രണ്ടേ, സൂക്ഷിച്ച് ചെയ്യണേ. അവസാനം പോലീസൊന്നും നിന്നെ പിടിക്കരുത്, അത്രേ പറയുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഞാൻ അത് ഹെൽമെറ്റ് വയ്ക്കട്ടെ, അല്ലെങ്കിൽ അതിന് ഇനി ഫൈൻ കിട്ടും. ഹെൽമെറ്റ് എവിടെ? അയ്യോ, എൻ്റെ ഹെൽമെറ്റ് വയ്ക്കട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ഇനി അതിനും ഫൈൻ കിട്ടും. എന്ത് ഹെൽമെറ്റ് ഇല്ലാത്തത്? ഹെൽമെറ്റ് വയ്ക്കണോ? ഒരു സേഫ്റ്റിക്ക് വച്ചേക്കല്ലേ. ഓക്കെ, എൻ്റെ ഈ മുടിയൊക്കെ വളർന്ന് ഈ പോയി വെട്ടാം. എടാ ചങ്കി, അപ്പം ഞാൻ ഇറങ്ങാണേ. പറഞ്ഞ പോലെയൊക്കെ നന്നായി ചെയ്യണേ. പിന്നെന്താ ഫ്രണ്ടിൽ നമ്മളിതൊക്കെ നേരെ ചെയ്യും. ഒരു പോലീസും പിടിക്കാൻ പോകുന്നു, ഉറപ്പ്. ഓക്കെ, ഇനി അവർ കണ്ട് ഇനി എന്താ പറയുക, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലായിരുന്നില്ലേ? അവരൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് എവിടെ പോയോന്തോ, ന്യൂസിൽ നീ തള്ളി വിട്ടാണോ എന്തോ. നീ എന്തായാലും പൊയ്ക്കോ. പിന്നെ നീ ഒരു കാര്യം ചെയ്തൊന്നും, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ചങ്കേ, ഈ വണ്ടി പോലീസുകാർ മോഷണം പോയെന്ന് അറിഞ്ഞോട്ടെ, പക്ഷെ അവർക്ക് നമ്മളിൽ സംശയം തോന്നാൻ പാടില്ല. ഓക്കെ, അറിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ സംശയം തോന്നാൻ പാടില്ല. ഓക്കെ, അത് ഞാൻ സെറ്റാക്കാം. ഒരാൾ നമ്മളാണ് അടിച്ചു മാറ്റിയെന്ന് അറിയാൻ പോകുന്നില്ല ഫ്രാങ്കിളിനെ. ഓക്കേടാ ചങ്കേ, അപ്പം ഞാൻ ഇറങ്ങുകയാണേ. ശരി, ശരി. ഓക്കെ ഗൈസ്, എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവൻ നേരെ ചെയ്താൽ മതിയെന്ന്. നേരെ വീട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, എൻ്റെ വണ്ടി എയർപോർട്ടിൽ ഇരിക്കുക. പിന്നെ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം ഇവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടോ. അപ്പോൾ തൽക്കാലം ഇത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ എൻ്റെ വണ്ടി എയർപോർട്ടിൽ നിന്ന് എടുക്കാം. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ വണ്ടി അവിടെ ഇരിക്കുക. അത് കണ്ട് കഴിഞ്ഞ് പോലീസുകാർക്ക് സംശയം തോന്നുമെന്ന് എനിക്കറിയത്തില്ല. അത് പണിയാവുമെന്തോ. അത് കുഴപ്പം കാണത്തില്ലായിരിക്കും അല്ലേ, തോന്നുന്നു. എൻ്റെ വണ്ടി എയർപോർട്ടിരിക്കും. ഞാൻ അതേ വെയർ ഹൗസിലാണ് പാർക്ക് ചെയ്തത്. അവരെല്ലാം വന്ന് ചോദിച്ചാൽ നമ്മളല്ലെന്ന് നമുക്ക് പറയാം. അതായിരിക്കും നല്ലത് ഗൈസ്. കുറച്ച് നേരം ഞാൻ പോയി കിടന്ന്, അയ്യോ ഞാൻ തലയടിച്ച് വീണേ. കുറച്ച് നേരം പോയി കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ഓക്കെ ഫൈൻ. ഗൈസ്, കുറച്ച് നേരം കന്ന് TV കണ്ടേ, ചില്ലൗട്ടേ. അപ്പഴാ പുറത്തൊരു സൈലന്റ് സൗണ്ട്. എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനേ പോയി നോക്കട്ടെ. ഇനി പോലീസ്, അയ്യോ പോലീസ്. നമുക്ക് ഈ സാറിൻ്റെ അടുത്ത് നൈസായിട്ട് സംസാരിച്ച് നോക്കാം. സാറേ എന്താണ്? അയ്യോ, ഇയാൾക്കും തൊട്ടി. ഇയാൾ വലിയായെന്തോ. വേറൊരു പോലീസുകാരും വന്ന് നമുക്ക് നൈസായിട്ട് സംസാരിച്ച് നോക്കാം. എന്ത് പറ്റി? നമ്മൾ വണ്ടി എടുത്ത് മറ്റേയാണോ? അയ്യോ സാറേ, എന്താ സാറേ വിഷയം? ഇവരെന്തോന്ന് മരിച്ചു പോകുന്നത്? ഇവരെന്താടെ മരിച്ചു പോകുന്നത്? യവന്മാരെന്തൊട്ട് കാണിക്കുന്നോ എന്തോന്നും പൊട്ടത്തരാണെന്ന് ഇവര് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി എടുക്കും. നീ മോഷിച്ചതിൻ്റെ ആണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. ഇവിടെ ഒന്നും അറിയാൻ വയ്യല്ലോ. ചിലപ്പോൾ വേറെ വല്ലതും കാര്യമായിരിക്കും. ചിലപ്പോൾ ഇനി പോലീസായിട്ട് വല്ല റേസ് ആയെന്നുണ്ടോ? നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഞാൻ ഇവിടെ അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. പോലീസുകാരെല്ലാം വരുമെന്തോ. ഓക്കെ ഗായ്സ്, ഒരു പോലീസ് വന്ന്. സാറേ എന്താ സാറേ സീൻ? നീ വണ്ടി അടിച്ചു മാറ്റിയില്ലേ? നമ്മൾ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞാ? അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ഞാൻ സ്റ്റേഷനിൽ ഒന്ന് ഹാജരാകും. അയ്യോ സാറേ, സോറി. മര്യാദയ്ക്ക് ഒന്ന് വണ്ടി കയറട്ടോ. ഓക്കെ ഗായ്സ്, നൈസായിട്ട് പണി പാളി. ഞാൻ അവനോട് അപ്പഴേ പറഞ്ഞതാ നേരെ ചെയ്യണം എന്ന്. അവൻ ചെയ്തില്ല. നീ ജയിലിൽ നിന്ന് ഇറങ്ങത്ത് യവനെ ഞാൻ കൊല്ലും ഗൈസ്. യവൻ ഈ ലോകത്ത് കാണൂല. ഈ ചെറുപ്പ് യവനുള്ളത് ഞാനേ വച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ വച്ചിട്ടുണ്ട് ഇവനുള്ളത്. എന്ത് ഗടികേടാണ് ഗൈസ്. ദാണ്ട നടക്കുന്ന ലംബോർഗിനി ഉറൂസ് പോലീസ് പിടിച്ചെന്നാ തോന്നുന്നത്. ഇറങ്ങടോ.
ഗൈസ് നൈസായിട്ട് പണി പാളി. ഇപ്പൊ ഞാൻ ജയിലിൽ പെട്ടു. ദാണ്ട് ഇരിക്കുന്നുണ്ട് ഫ്രണ്ട്. ഡാ നിന്നോ ഞാൻ പറഞ്ഞില്ലേ മര്യാദക്ക് ചെയ്യുന്നോണ്. ഇപ്പൊ എന്തായി? 2 എണ്ണം കൂടെ ജയിലിലായി. അത് പിന്നെടാ ഒരു അബദ്ധത്തില്. എന്തോ അബദ്ധത്തില് എന്ത് സംഭവിച്ചെന്ന് നീ ആദ്യം പറ. ഞാൻ വണ്ടി എടുത്ത് പോവാന്ന്. അപ്പോഴില്ലേ എന്ത് സംഭവിച്ചെന്നറിയോ? ഞാനേ എയർപോർട്ടിൽ അല്ല ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന വഴിക്ക് കുറച്ച് പോലീസുകാരെ കണ്ട്. അവരെന്നെ തിരിച്ച് കാണുകയും ചെയ്തു. ഞാൻ വേഗം എടുത്തുകൊണ്ട് പോകാൻ നോക്കി. പക്ഷെ അവർ എന്താ പറയുക, എന്നെ ഒന്ന് ഇടിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. അവരെന്നെ ഒന്നങ്ങ് പിടിച്ച് വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറക്കി. ഇപ്പം ഞാൻ ഇവിടെ പെട്ട്. ഓ നീ മാത്രമാണോ പെട്ട? ഞാനും പെട്ടില്ലേ? നീ ഒറ്റ ഒരുത്തൻ കാരണോ? നീ എന്തിനാ ഈ വഴി പോയത്? അത് പിന്നെ വണ്ടിയിൽ കുറച്ച് പെട്രോൾ കുറവായിരുന്നു. പെട്രോൾ കുറവാണെങ്കിൽ അങ്ങ് പെട്രോൾ പമ്പിൽ പോകണ്ടേ? നീ കാര്യം പറയടാ. അത് പിന്നെ ഞാൻ കടയിൽ പോയി കുറച്ച് സാധനം മേടിക്കാൻ നോക്കിയിരുന്നു. നിങ്ങൾക്ക് വണ്ടി കൊടുത്ത് സാധനം മേടിച്ചാൽ പോരെ? എന്തിനായിരുന്നു വെറുതെ ഇപ്പം പോയി മേടിച്ചത്? ഇപ്പം നമ്മളിവിടെ പെട്ടില്ലേ? പറ്റിപ്പോയതാ. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നെ ഞാൻ കൊല്ലും. നിന്റെ ഡ്രസ്സ് പോലും ഇവന്മാർ അയച്ചില്ല. എൻ്റെ ഷർട്ട് അയച്ചു കഴിഞ്ഞു ഇവന്മാർ. അകത്തൊരു ബെഞ്ഞൊന്നുണ്ടായിരുന്നു ഭാഗ്യം. നീ എന്നിട്ട് ഞാനാന്ന് പറഞ്ഞ ഇവന്മാർ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തത്? പറഞ്ഞതാ. ഞാനേ മുഴുവൻ ഐഡിയ നിൻ്റെ ആണെന്ന് പറഞ്ഞു. നിനക്കുള്ള ഞാൻ വച്ചിട്ടുണ്ട്. എൻ്റെ നിന്നെ നേരത്തെ ഇറക്കി ഇടുമായിരിക്കും അല്ലേ? മുഴുവൻ ഐഡിയ എന്നെയാണ് എൻ്റെതായോണ്ട്. 2 പേരും ഒരുമിച്ച് ഇറക്കിയിടുള്ളൂ. സമാധാനമായി. അങ്ങനെ നീ ഇപ്പം സുഖിക്കേണ്ടതാ. അവന്ന് മോങ്ങ്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിനക്കുള്ള ഞാൻ കാണിച്ചു തരാടാ. സാറേ ഞങ്ങളെന്ന് ജയിലിൽ നിന്ന് ഇറക്കും. പോടോ നിങ്ങളെ. നീ 10 വർഷം ജയിലിൽ കിടക്കും. 10 വർഷം ജയിലിൽ കിടക്കും. കഞ്ഞി എന്തോ സാറേ, കഞ്ഞി എന്തോന്നു എന്ന്? കഞ്ഞിയും പയറും പിന്നെ വെള്ളവും. നിങ്ങളിനി കഞ്ഞിയും പയറും വെള്ളവും തിന്ന് ഇവിടെ കിടക്കോടോ. നല്ല ഫുഡും ഇല്ല. പയർ കഴിച്ച് പോയിട്ട് ഗ്യാസ് കയറാതെ തന്നെ മതിയെന്ന്. നീ ഒറ്റ കാണോ ഇതൊക്കെ സംഭവിച്ചത്? സാറേ പ്ലീസ് നോ. നിങ്ങൾ അവിടെ ഒന്ന് അനുഭവിക്ക്. മുഴുവൻ പ്ലാൻ തൻ്റെ ആയിരുന്നില്ലേ സാർ? ഇവൻ കള്ളം പറയുന്നതാ. മുഴുവൻ പ്ലാൻ ഇവൻ്റെ ആയിരുന്നു. ഞാൻ വേണമെങ്കിലേ ഫോൺ റെക്കോർഡ് എടുത്ത് കേൾപ്പിച്ച് തരാം. ഹലോടാ ഫ്രാങ്ക്ലിനെ. ഉണ്ടാകാ വിളിച്ചത്. എടാ ഞാൻ നിനക്കൊരു വോയിസ് കേൾപ്പിച്ചു തരാം. നീ അത് കേട്ട് നോക്ക്. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ എയർപോർട്ടിൽ ഇപ്പോൾ പുതിയൊരു ഗോൾഡൻ ലംബോർഗിനി ഉറൂസ് വന്നൊക്കെയാണ്. അവിടെ ഫുള്ള് സെക്യൂരിറ്റി കൺട്രോൾ ഉണ്ട്. ആരെങ്കിലും അത് അടിച്ചു മാറ്റാൻ നോക്കിയാൽ നിങ്ങൾ പെടും. പിന്നെ നിങ്ങളുടെ ലൈഫ് പോയി. പോലീസുകാർ നിങ്ങളെ പിടിക്കും. എടാ ഇതെന്തോന്നാ എടാ ഒരു കാര്യം കൂടെ കേൾപ്പിച്ചു തരാൻ വന്നോ. ഇതൊരു റാം ചലഞ്ചിനുള്ളതാണ്. ഇപ്പം റാം ചലഞ്ചിൻ്റെ ബുക്കിംഗ് തീർന്നു. കണ്ടസ്റ്റൻസിൻ്റെ ബുക്കിംഗ്. ഇനി ആരെയും ഇങ്ങോട്ട് എടുക്കില്ല. ഈ സാഡ് ഇൻഫോർമേഷൻ പറഞ്ഞ സോറി. ഇതാരെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കി അവർ തീർന്നു. എടാ ഇതെന്തോന്നാടാ ഇത്? റാം ചലഞ്ചിന് നീ നേരത്തെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ചെയ്യാനല്ലോ. അതിപ്പോൾ എന്ത് കുഴപ്പമാണ്? ഇവന്മാരിത് കഴിഞ്ഞിട്ടല്ലേ പറയുന്നത്. അപ്പം നീ എന്താ പറയുന്നത്? വണ്ടി അടിച്ചു മാറ്റിയാ? അതെ വണ്ടി അടിച്ചു മാറ്റിയാ. നീ ഒരു കാര്യം ചെയ്യും. വണ്ടി അടിച്ചു മാറ്റിയിട്ട് നീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാ. ഞാൻ പോലീസ് കാണാതെ നൈസായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കാം. സാറേ റെക്കോർഡിങ് കേട്ടല്ലോ. ഓഹോ അപ്പം ഇവനല്ലേ? എടാ ഇത് AI ഒന്നും അല്ലല്ലോ. സാറേ ഇത് എൻ്റെ ഫോണിലത്തെയാണ്. AI ഒന്നുമല്ല. ഈ ഒരു കാര്യം പറഞ്ഞത് എൻ്റെ ഫോൺ ഞങ്ങൾ വാങ്ങിച്ചില്ലല്ലോ. ഫോൺ താടോ? തരാം. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക സാറേ. ശരി എന്നാലും നിങ്ങൾ ജയിലിൽ ഇടും. ഒരു കാര്യം അവനൊരു കാര്യം തൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഞങ്ങളെ ഒരു കാര്യം കൂടെ പ്ലാൻ ചെയ്ത ഐഡിയ ഉള്ള ആൾക്ക്
ഇടിച്ച് ഊപ്പാട് ഇളക്കും. രണ്ടുപേരും ഇടിക്കും. ഐഡിയ ഉള്ള ആള് ഫുൾ ഇടിച്ച് ഊപ്പാട് ഇളക്കും. എടാ ചങ്കേ, ഇനി തൻ്റെ കയ്യിൽ പ്രൂഫ് ഉള്ളതുകൊണ്ട് ഇനി ഇവനായിരിക്കും പണി. എപ്പുടി ചങ്കേ എപ്പുടി, നീ കണ്ണ് അനുഭവിച്ചിട്ടാ. എന്തിനാടാ ഇത് കാണിച്ചത്? നീ എന്നെ അങ്ങനെ പറയണ്ട കേട്ടടാ. അപ്പം നീ ആയിരുന്നെങ്കിൽ, അല്ല ഞാൻ എന്നെങ്കിൽ ഞാൻ സമ്മതിക്കും. പക്ഷെ നീ ആയിട്ട് എൻ്റെ തലയിൽ കൊണ്ടിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ ഒന്ന് അനുഭവിക്കും. ഗായ്സ്, യവൻ കാരണം രണ്ടുപേരും ജയിലിൽപ്പെട്ട് ഇറങ്ങിയ യവനെ ഞാൻ കൊല്ലുകയും ചെയ്യും, ഉറപ്പ്. ഇപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഒരു സാഡ് എൻഡിങ്. എല്ലാം ഗോൺ റോങ് ആയി. അപ്പം ഈ പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗായ്സ്. എന്തോന്ന് പറയാൻ ഞാൻ.